ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ മനുഷ്യൻ്റെ ഒരു ബലഹീനതയെ അള്ളാഹു അറിയിച്ചിരുകയും അതിൽ നിന്നും മാറി യഥാർത്ഥമായി അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കണമെന്ന് അറിയിച്ചു തരികയും ചെയ്തു. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. فَلَعَلَّكَ تَارِكٌ بَعْضَ مَا يُوحَى إِلَيْكَ وَضَائِقٌ بِهِ صَدْرُكَ أن يقولوا لولا أنزل عليه كنز أو جاء معه ملك إنما أنت نذير والله على كل شيء وكيل. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മേൽ നിധി ഇറക്കപ്പെടാത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മലക്ക് വരാത്തത് എന്നെല്ലാം അവർ പറയുന്ന കാരണത്താൽ താങ്കളുടെ മനസ്സ് ഇടുങ്ങുകയും താങ്കളിലേക്ക് ബോധനം നൽകപ്പെട്ട ചില കാര്യങ്ങൾ താങ്കൾ ഉപേക്ഷിക്കുകയും ചെയ്യുമോ? തീർച്ചയായും താങ്കൾ മുന്നറിയിപ്പ് നൽകുന്ന വ്യക്തി മാത്രമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തവനാണ്. ഇപ്പോൾ നാം ഓതിയ ആയത്ത് മക്ക മുശ്രിക്കീങ്ങളുടെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവരുടെ ആ ചോദ്യത്തിനുള്ള മറുപടി അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുകയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഖുർആനിൽ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ആക്ഷേപിക്കുന്ന ആയത്തുകളുണ്ട്. അഥവാ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല, വിഗ്രഹങ്ങളോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹ ആരാധനയെ നിരുത്സാഹപ്പെടുത്തുന്ന ആയത്തുകളുണ്ട്. അങ്ങനെയുള്ള ആയത്തുകൾ ഖുർആനിൽ നിന്നും താങ്കൾ ഒഴിവാക്കണം. താങ്കൾ നമ്മുടെ വിഗ്രഹങ്ങൾക്കെതിരായുള്ള ആയത്തുകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾ തങ്ങളെ അംഗീകരിക്കാമെന്ന് അവർ പറയുകയുണ്ടായി. രണ്ടാമതായി അവർ പറഞ്ഞൊരു കാര്യമാണ്, തങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ രാജാക്കന്മാർക്കുണ്ടാകുന്നത് പോലെ വലിയ നിധി എന്തെങ്കിലും താങ്കൾക്കുണ്ടാവണം, വലിയ ഖജനാവ് താങ്കൾക്കുണ്ടാവണം. അതല്ല എങ്കിൽ നേരിട്ടൊരു മലക്കിറങ്ങി വന്ന് താങ്കൾ പ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തങ്ങളെ പ്രവാചകനായി ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂവെന്ന് മക്ക മുശ്രിക്കീങ്ങൾ പറയുകയുണ്ടായി. ഈ രണ്ട് മക്ക മുശ്രിക്കീങ്ങളുടെ വാക്കിനുമുള്ള മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. അതായത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്, തങ്ങൾക്ക് അള്ളാഹു ഇറക്കി തന്നിരിക്കുന്ന പരിശുദ്ധമായ സന്ദേശങ്ങൾ, പരിശുദ്ധമായ ഖുർആനിലെ അധ്യാപനങ്ങൾ, അതിൽ നിന്നും ഒന്നും താങ്കൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യങ്ങളെല്ലാം താങ്കൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. രണ്ടാമതായി, തങ്ങൾ ഒരിക്കലും മനപ്രയാസത്തിൽ ഏർപ്പെടേണ്ട ആവശ്യവുമില്ല, തങ്ങൾ ഒരിക്കലും മാനസികമായി പ്രയാസപ്പെടേണ്ട ആവശ്യവുമില്ല. അഥവാ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഒത്തുതീർപ്പിലാവാൻ വേണ്ടി, അവർ തങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി അവരുടെ വിഗ്രഹങ്ങൾക്കെതിരായി അള്ളാഹു ഇറക്കിയ ആയത്തുകൾ, അഥവാ അവയെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് പറയുന്ന തൗഹീദിൻ്റെ ആയത്തുകൾ, അതിനെ തങ്ങൾ ഒരിക്കലും മാറ്റിവെച്ചുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയും അവരുടെ മമത കരസ്ഥമാക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. തങ്ങളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണോ അള്ളാഹു തങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് അതെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. തങ്ങൾ ആ കാര്യം അവർക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യുക. അവരെന്തെല്ലാം പറഞ്ഞാലും ഏതെല്ലാം രീതിയിൽ ആക്ഷേപിച്ചാലും അതിനെ താങ്കൾ വകവെക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു തങ്ങൾക്ക് അറിയിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ഒരു രീതിയിലും കുറവ് വരുത്താതെ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നിർദ്ദേശം അള്ളാഹു നൽകുകയാണ്. തീർച്ചയായും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അറിയിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളും അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. എന്നിട്ടും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പൂർണ്ണമായി എത്തിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചു.
ഈ കൽപ്പനയിലൂടെ അല്ലാഹു തആല മക്ക മുശ്രിക്കീങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങൾ എന്തെല്ലാം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന നിർദ്ദേശങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഒന്നുപോലും ഒഴിവാക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കുകയും പൂർണ്ണമായി അള്ളാഹുവിൻ്റെ കൽപ്പന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. രണ്ടാമതായി അവർ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് അംഗീകരിക്കണമെങ്കിൽ വലിയ വലിയ ഖജനാവുകൾ തങ്ങൾക്ക് വേണം. രാജാക്കന്മാരെ പോലെ സാമ്പത്തികമായ വലിയ ശേഷി തങ്ങൾക്ക് വേണം. പക്ഷെ തങ്ങൾക്ക് അതൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു മലക്ക് നേരിട്ട് ഇറങ്ങി വന്നുകൊണ്ട് തങ്ങൾ പ്രവാചകനാണെന്ന് പറയണം. അങ്ങനെയും സംഭവിച്ചിട്ടില്ല. പിന്നെ തങ്ങളെ എങ്ങനെ പ്രവാചകനായി അംഗീകരിക്കാനാണെന്ന് മക്ക മുശ്രിക്കീങ്ങൾ ചോദിച്ചു. ഈ ഒരു കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ മനപ്രയാസമുണ്ടാക്കി. എന്നാൽ അല്ലാഹു തആല അറിയിക്കുകയാണ്, തങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. തങ്ങൾ ഒരിക്കലും മാനസികമായ ബുദ്ധിമുട്ടിലാവേണ്ട ആവശ്യമില്ല. ഒരാൾ പ്രവാചകനാവണമെങ്കിൽ അവന് സമ്പത്തല്ല വേണ്ടത്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവർ പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ജനങ്ങളെ നന്മയിലൂടെ ക്ഷണിക്കുകയും തിന്മയിൽ നിന്നും വിലക്കുകയും ചെയ്യുന്നവരാണ് പ്രവാചകന്മാർ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്തിച്ചു കൊടുക്കുന്നവരാണ് പ്രവാചകന്മാർ, അല്ലാതെ സമ്പത്തുള്ളവരല്ല പ്രവാചകന്മാർ. അതുകൊണ്ട് പ്രവാചകനാവാനുള്ള യോഗ്യത തങ്ങൾക്ക് പൂർണ്ണമായി ഉണ്ട്. പ്രവാചകനാവാൻ സമ്പത്തുണ്ടാവുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല എന്ന് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകത്വത്തിനുള്ള യോഗ്യത തങ്ങൾക്കില്ല എന്ന് ഒരിക്കലും അവർക്ക് പറയാൻ സാധിക്കുന്നതല്ല. ബുദ്ധിയുള്ള എല്ലാവർക്കും തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന കാര്യം മനസ്സിലാവുന്നതാണ്. അതുപോലെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് പറയാൻ ഒരു മലക്കിനെ അയക്കുക എന്നുള്ളത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അള്ളാഹു അങ്ങനെ അയക്കാത്തത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ഒരു പ്രവാചകനെ നിശ്ചയിക്കുകയും ആ പ്രവാചകന്റെ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മലക്ക് വന്നുകൊണ്ട് ഇത് പ്രവാചകനാണെന്ന് പറയുകയും അതിനെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ശക്തമായ ശിക്ഷ വരും. ആ ശിക്ഷയിൽ നിന്നും നിങ്ങളെ അള്ളാഹു സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് നിങ്ങളുടെ മേൽ അള്ളാഹു കരുണ കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് അറിയിക്കാൻ പ്രത്യേകിച്ച് മറ്റ് ഭൗതികമായ കാരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രവാചകന് വേണ്ട ഗുണങ്ങളെല്ലാം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റുക എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. أم يقولون افترى قل فأتوا بعشر سور مثله مفتريات وادعوا من استطعتم من دون الله إن كنتم صادقين. ഇദ്ദേഹം അത് കെട്ടിയുണ്ടാക്കിയെന്ന് അവർ പറയുകയാണോ? പറയുക, ഇത് മനുഷ്യനിർമ്മിതമാണെങ്കിൽ ഇതുപോലെയുള്ള 10 അധ്യായങ്ങൾ നിങ്ങൾ നിർമ്മിച്ചു കൊണ്ടുവരിക. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അള്ളാഹു ഒഴികെ നിങ്ങൾ വിളിക്കാൻ സാധിക്കുന്ന എല്ലാവരെയും സഹായത്തിന് വിളിച്ചുകൊള്ളുക. فَإِن لَّمْ يَسْتَجِيبُوا لَكُمْ فَاعْلَمُوا أَنَّمَا أُنزِلَ بعلم الله وأن لا إله إلا هو فهل أنتم مسلمون. നിങ്ങൾ പറഞ്ഞത് അവർ ചെയ്യുന്നില്ലെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ അറിവോടെ ഇറക്കപ്പെട്ടതാണെന്നും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ സന്നദ്ധരല്ലേ? ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണെന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. മക്ക മുശ്രിക്കീങ്ങളെ അള്ളാഹു തആല വെല്ലുവിളിക്കുകയാണ്. കാരണം മക്ക മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുകയുണ്ടായി. മനുഷ്യനിർമ്മിതമാണ് ഖുർആൻ എന്ന് പറയുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ മനുഷ്യനിർമ്മിതമാണെങ്കിൽ
തീർച്ചയായും മറ്റൊരു മനുഷ്യനും ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ അവനേക്കാൾ കഴിവുള്ള മറ്റു മനുഷ്യർക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കീങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഈ ഖുർആനിലുള്ളതുപോലെ 10 സൂറത്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളിത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നുണ്ടല്ലോ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സാഹിത്യം, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അറബി ഭാഷ, ഇതെല്ലാം നിങ്ങൾക്കറിയുന്നുണ്ട്. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായിരുന്നു, നിരക്ഷരനായിരുന്നു. അങ്ങനെയുള്ള നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കഴിവുള്ള ധാരാളം ആളുകൾ നിങ്ങളുടെ ഈ കൂട്ടത്തിലുണ്ട്. ഈ ഖുർആനിലുള്ള 10 സൂറത്തിന് തുല്യമായ സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. പരിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കീങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആദ്യം അള്ളാഹു തആല ഈ ഖുർആൻ പോലെ ഒരു ഖുർആനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് അവരൊരു മറുപടിയും നൽകിയില്ല. ഇനി അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ആയത്ത് അള്ളാഹു തആല ഇറക്കുകയുണ്ടായി, നിങ്ങൾ 10 സൂറത്തെങ്കിലും കൊണ്ടുവരിക. അപ്പോഴും അവർ മറുപടി നൽകിയില്ല. എന്നിട്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് അതിനും സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരിക. ഈ 3 വെല്ലുവിളികളും അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. സൂറത്തുൽ ബഖറയിലൂടെയും സൂറത്തു യൂനുസിലൂടെയും ഇപ്പോൾ സൂറത്തുൽ ഹൂദിലൂടെയും അള്ളാഹു തആല മക്ക മുശ്രിക്കീങ്ങളെ വെല്ലുവിളിക്കുകയാണ്, മനുഷ്യനിർമ്മിതമാണ് എങ്കിൽ നിങ്ങളും മനുഷ്യരാണ്, നിങ്ങൾ ഇതുപോലെ ഒരു ഖുർആനെ കൊണ്ടുവരിക. നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ലോകത്ത് ആരെ വേണമെങ്കിലും സഹായികളായി കൂട്ടിക്കൊള്ളുക. അള്ളാഹു തആല വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ആരെയും സഹായികളായി കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് ഈ ഖുർആനെ പോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ്, ഇനി അവർ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, ഇതുപോലൊരു സൂറത്തെങ്കിലും അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഈ ഖുർആൻ മനുഷ്യനിർമ്മിതമല്ല, ഇത് അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ്, ഇത് അള്ളാഹുവാണ് അവതരിപ്പിച്ചത്. ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരു ആൾ പോലും മക്ക മുശ്രിക്കീങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെയും ആരും ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നതുമല്ല. മക്ക മുശ്രിക്കീങ്ങൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്താനുള്ള ഒരു അവസരം പോലും പാഴാക്കാത്തവരായിരുന്നു. അതുകൊണ്ട് അവരെ കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ വെല്ലുവിളി അവർ ഏറ്റെടുക്കുകയും ഈ വെല്ലുവിളിക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവരിൽ എത്ര സാഹിത്യകാരന്മാരുണ്ടായിട്ടും ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് വരെ ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ ഈ വെല്ലുവിളി ആർക്കും ഏറ്റെടുക്കാൻ സാധിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സ്ഥിരപ്പെടുത്തുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.